അതായത് മതയാഥാസ്ഥിതികതയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമും രണ്ടുപേരും പിന്തുണയ്ക്കുന്നത് അൻവറിനെയാണ്. ഇത് വളരെ പൊളിറ്റിക്കലായി വിധി എഴുതപ്പെടുന്ന ഒരു കോൺടസ്റ്റായി മാറും നിലമ്പൂർന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റ് പല മലപ്പുറം മണ്ഡലങ്ങളിലേതും പോലെ 50% മുകളിൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള മണ്ഡലമല്ല നിലമ്പൂർ. 45% ഹൈന്ദവ വോട്ടുകൾ, 43% റഫ്ലി മുസ്ലിം വോട്ടുകൾ എന്നുള്ളതാണ് നില. അപ്പൊ നോക്കൂ, ആബിദ് അടിവാരം അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ വക്താവാണ്. അദ്ദേഹത്തിന്റെ പിന്തുണ വെക്കുന്നത് അൻവറിലാണ്. മുഹമ്മദ് അലി കിനാലൂർ അദ്ദേഹം ഈ കാന്തപുരം വിഭാഗം സമസ്തയുടെ യുവജന നേതാവാണ്. ഇത് രണ്ട് വ്യത്യസ്ത ധാരകളാണ്. രണ്ടുപേരും പിന്തുണയ്ക്കുന്നത് അൻവറിനെയാണ്. അതായത് മതയാഥാസ്ഥിതികതയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമും അൻവറിനെ പിന്തുണയ്ക്കാൻ എത്തുന്ന വളരെ സവിശേഷമായ ഒരു കാഴ്ചയുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആര്യടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പാണ്. ആര്യടൻ ഷൗക്കത്ത് ഒരു പുരോഗമനവാദിയായ ഒരാളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലുള്ള വോട്ട് പൂളിംഗ് അൻവറിന് അനുകൂലമായി രണ്ട് വിഭാഗത്തിൽ നിന്നും ഉണ്ടാകും. പക്ഷേ മുസ്ലിം ലീഗിന്റെ സംഘടനാ ശേഷിയും മലപ്പുറം അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴുള്ള പുതുതായിട്ടുള്ള ഒരു രാഷ്ട്രീയമായ ഉണർവും ഒക്കെ ഇത്തരം ചിന്താഗതികൾക്ക് അപ്പുറത്ത് സ്വരാജ് അല്ലെങ്കിൽ ഷൗക്കത്ത് എന്നുള്ള നിലയിലേക്കുള്ള വോട്ട് ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു ദ്വന്ദ്വ യുദ്ധമായി, ഒരു ബൈപോളർ കോണ്ടസ്റ്റായി തന്നെ മാറും. അഭിലാഷ്, ഇപ്പൊ ഈ ബൈപോളറായി മാറും എന്നുള്ളതിനെ ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ഈ ബൈപോളറായി മാറുമ്പോഴും അവിടെ വിജയിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള അണ്ടർ കറൻസ് വളരെ നിർണായകമാകാം.